ഉത്സവാന്തരീക്ഷത്തിൽ കോഴിക്കോട് നിന്ന് സ്വർണ്ണക്കപ്പ് കലോത്സവ നഗരിയായ കൊല്ലത്തെത്തിച്ചു. 15 വർഷത്തിന് ശേഷം കൊല്ലത്തിന്റെ മണ്ണിലെത്തിയ സ്വർണ്ണക്കപ്പിന് സ്വീകരണമൊരുക്കാൻ നാട് തന്നെ ഒഴുകിയെത്തി. വിവിധ ജില്ലകളിലെ പ്രയാണത്തിന് ശേഷം ഉച്ചയ്ക്ക് 1:15 സുവർണ കിരീടം കൊല്ലത്തേക്ക്. അതിർത്തിയായ ഏനാത്തും കടന്ന് കുളക്കടയിൽ ധനമന്ത്രി KN ബാലഗോപാൽ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. ബാൻഡുമേളവും താളഘോഷവും അകമ്പടി. വരുന്ന വഴികളിലെല്ലാം പുഷ്പവൃഷ്ടിയും ആർപ്പുവിളിയുമായി വരവേൽപ്പ്. വൈകിട്ട് 6 മണിയോടെ പ്രധാന വേദിയായ ആശ്രാമം മൈതാനത്ത് കപ്പെത്തി. പടിയിടത്തിന്റെ പാചകപ്പുരയിലും പണികൾ തകൃതി. നാളെ മുതൽ കൊല്ലം 24 വേദികളിലേക്ക് ചുരുങ്ങുകയാണ്. ഇനി 5 നാൾ കൊല്ലം കലയുടെ മറുപേരാണ്. 24 കൊല്ലം. അരുൺ രാജുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ഈ കലാമാമാങ്കം നടക്കുന്ന വേദിയിൽ നിന്ന് അരുൺ, ടീമുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. നാളെ 10 മണിക്കാണല്ലോ ഉദ്ഘാടനം. നാളത്തെ പരിപാടി എങ്ങനെയാണ്? ഏതൊക്കെ ഇനങ്ങളാണ് നാളെ വേദിയിലെത്തുക? അരുൺ. ഉന്മേഷ്, കലാപ്രതിഭകളെ ഓരോന്നായി ഇവിടേക്ക് കൊല്ലത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 6:25 കാസർഗോഡ് നിന്നുള്ള ആദ്യ സംഘമാണ് ഈ കൊല്ലത്ത് എത്തിയത്. പിന്നീട് വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ ഇപ്പോൾ സംഘമായും അതുപോലെ തന്നെ ഒറ്റയ്ക്കുമെല്ലാം ഇപ്പോൾ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. മറ്റൊന്ന്, നാളെ രാവിലെ 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഔദ്യോഗികമായി പതാക ഉയർത്തുന്നതോടുകൂടിയാണ് ഈ പരിപാടികൾക്ക് തുടക്കമാകുന്നത്. തൊട്ടു പിന്നാലെ ഈ നൃത്ത ആവിഷ്കാരം, അത് ആശാശരത്തിന് നേതൃത്വമുള്ള നൃത്യ വിസ്മയങ്ങൾ ഈ പരിപാടിയോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 മണിക്ക് ഔദ്യോഗികമായി കലാമേളയ്ക്ക് തുടക്കമിടുകയും ചെയ്യും. ഇതിനുശേഷമായിരിക്കും ഈ ആദ്യ മത്സരമായി മോഹിനിയാട്ടം നടക്കുക. പ്രധാന വേദിയിൽ മോഹിനിയാട്ടവും കഥകളിയും അടക്കമുള്ള ഗ്ലാമർ ഇനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നാളെ 23 വേദികളിലായിരിക്കും മത്സരം നടക്കുക. ഈ 23 വേദികളിലും ഗ്ലാമർ ഇനം തന്നെ ആദ്യ ദിവസങ്ങളിൽ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാളത്തെ ഒരു സവിശേഷത. എന്തെങ്കിലും കൊല്ലം അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ധാരാളം മത്സരാർത്ഥികൾ കൂടാതെ അവരുടെ രക്ഷിതാക്കൾ, എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ മത്സരം കാണാൻ ഇന്ന് വൈകുന്നേരം അടക്കം ഈ കലോത്സവ നഗരിയിലടക്കം സന്ദർശിക്കാനുള്ള ജനങ്ങളുടെ തിരക്ക് അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. വൈബിലേക്ക് കൊല്ലം നഗരം എത്തിയിരിക്കുന്നു, കൊല്ലം ജില്ല എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നാളെ എന്തായാലും രാവിലെ അരങ്ങുണരുമ്പോൾ സ്വാഭാവികമായും കൊല്ലത്തെ ഒരു പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നായി, അല്ലെങ്കിൽ കേരളത്തിന്റെ ഭൂപടത്തിൽ കലാമേളയുടെ അടയാളപ്പെടുത്തുന്ന ഒരു ഇനമായി ആശ്രമ മൈതാനം മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ടീമും പരിപൂർണ്ണ സജ്ജമാണ്. പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും 24-ഉം ഒരുക്കി കഴിഞ്ഞു. 24-ന്റെ വിപുലമായ സജ്ജീകരണ സംവിധാനങ്ങൾ നാളെ രാവിലെ മുതൽ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇണചിമ്മാതെ ഓരോ വാർത്തയും തത്സമയം കലോത്സവ വേദിയിൽ നിന്നുള്ള ഓരോ വിവരങ്ങളും നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മുടെ റിപ്പോർട്ടിംഗ് ടീം എത്തിക്കുകയും ചെയ്യും. ഉന്മേഷ്. അരുൺ, ഇപ്പോൾ ഈ അപ്പീലുകളുടെ കാര്യത്തിൽ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ 62 അപ്പീലുകൾ വരുന്ന കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കുട്ടികളെ മത്സരിക്കാൻ അനുവദിക്കുന്ന കാര്യം കാര്യക്ഷമമായി തന്നെ ഈ വിധിനിർണ്ണയം പൂർത്തിയാക്കും. പുതിയ ക്രമീകരണങ്ങളുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗത്തിലാണ് ഈ വിധികർത്താക്കളൊക്കെ ഉള്ളത്. അങ്ങനെ ഈ കാര്യക്ഷമമായി നടത്താൻ, പരാതികൾ ഒഴിവാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കലോത്സവം മാറുമെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അരുൺ? തീർച്ചയായും 9562 ഈ അപ്പീലുകളാണ് ഈ തവണ സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി അനുബന്ധിച്ച് എത്തിയത്. ഇതിൽ കോടതി മുഖാന്തരം 362 അപ്പീലുകൾ ഇപ്പോൾ സർക്കാരിന് മുമ്പിലുണ്ട്. ഇതിൽ 62 അപ്പീലുകൾക്ക് മാത്രമാണ് എൻട്രി ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ളത്. അതായത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തീരുമാനിക്കുന്നവർക്ക് മാത്രമാണ് എൻട്രി ഇപ്പോൾ ഉള്ളത്. ഈ എൻട്രിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർക്ക് ഈ മത്സരിക്കാനുള്ള യോഗ്യത. ഇപ്പോഴും മന്ത്രി പറയുന്ന ഒരു ആശങ്ക, അല്ലെങ്കിൽ സർക്കാരിന് മുമ്പിലുള്ള ഒരു ആശങ്ക, വിദ്യാഭ്യാസ വകുപ്പിന് മുമ്പിലുള്ള ആശങ്ക, അവസാന സമയത്ത് പോലും മത്സരാർത്ഥികൾ കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ വിധിയുമായി എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി ഈ മത്സരക്രമത്തിൽ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ മത്സരം തീർന്ന വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ അപ്പീലുകൾ നൽകിയാൽ 3 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങൾ കാണാൻ കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പ് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വിധികർത്താക്കളെ സംബന്ധിച്ച ഒരു തീരുമാനം ഇപ്പോൾ സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത്, ഈ ഒരു പാനൽ, വിധികർത്താക്കളുടെ ഒരു പാനൽ സർക്കാർ രൂപീകരിച്ചു. 3 വർഷം കഴിഞ്ഞ ഒരാളെ പോലും ഈ പാനലിൽ
ഉൾപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഈ വിധികർത്താക്കളായി നിയോഗിച്ചിട്ടില്ല. ഏതെങ്കിലും വിധികർത്താക്കൾ ഏതെങ്കിലും തരത്തിൽ ഇടപെടലിന് ശ്രമിച്ചാൽ അത് കൃത്യമായി അറിയാനുള്ള സംവിധാനങ്ങൾ കൂടി സർക്കാർ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് കൃത്യമായ വിജിലൻസ് നിരീക്ഷണം ഇവരെ ചുമതലപ്പെടുത്തിയ ആ സമയം മുതൽ ഇപ്പോഴടക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളതാണ്. ഈ വേദിയിൽ എത്തുന്നതിന് തൊട്ട് പിന്നാലെ മാത്രമായിരിക്കും ആരാണ് ഇതിൽ ജഡ്ജി, അവരുടെ ക്വാളിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുക. ഇത് ഡിക്ലെയർ ചെയ്ത ശേഷമായിരിക്കും ഇവരെ വിധി നിർണ്ണയത്തിന് സർക്കാർ ഇരുത്തുക എന്നുള്ള ഒരു സുതാര്യത കൂടി സർക്കാർ ഇക്കാര്യത്തിൽ പുലർത്തുന്നുണ്ട്. അങ്ങനെ കുറ്റമറ്റതായി ഈ പരിപാടി പൂർത്തിയാക്കുക. ജനുവരി 8 കലോത്സവം തീരുമ്പോൾ യാതൊരു പരാതികൾക്കും പരിഭവങ്ങൾക്കും ഇട നൽകാതെ ഇത് പൂർണ്ണമായും അവസാനിപ്പിക്കുക, സമാപിക്കുക എന്നുള്ളതാണ് സർക്കാരിന് മുമ്പിലുള്ള വെല്ലുവിളി. ആ വെല്ലുവിളി സർക്കാർ ഏറ്റെടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരവും. ശരി അരുൺ, ഏതായാലും നാളെ രാവിലെ മുതൽ തന്നെ നമ്മളുണ്ടാകും. കലോത്സവ വിവരങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ടീം 24 സജ്ജമാണ്. അരുൺ ഉൾപ്പെട്ട ടീം അരുൺ രാജാണ് ഇപ്പോൾ കലോത്സവ വേദിയിൽ നിന്ന് വിവരങ്ങൾ നൽകി.